ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് വരാം. ഇന്ന് ഇതിനകത്തിരിക്കുന്നവരോട് കർത്താവിന് ഇടപെടാനുള്ള ആലോചനയിലേക്ക് വരാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുന്നു. 1 Thessalonians chapter 3 verses 12 and 13. എന്നാൽ ഞങ്ങൾക്കും നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കിയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളിലുള്ള സ്നേഹം കവിഞ്ഞൊഴുകട്ടെ. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ നിങ്ങൾക്ക് തമ്മിലുള്ള സ്നേഹം കവിഞ്ഞ് ഒഴുകട്ടെ. ഇന്നത്തെ ഈ സഭായോഗത്തിൽ സമ്പത്ത് കവിഞ്ഞൊഴുകട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇതിലും നല്ലൊരു ആമീൻ ഉണ്ടായേനെ. അഭിഷേകം കവിഞ്ഞൊഴുകട്ടെ എന്ന് പറഞ്ഞാൽ ഇതിലും ശബ്ദത്തിൽ നിങ്ങൾ സ്തോത്രം ചെയ്തേനെ. നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകട്ടെ എന്ന് ഞാൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ മുഖം ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു. പക്ഷെ ബൈബിൾ നിങ്ങളോട് പറയുന്നു, ആമീൻ, നിങ്ങളുള്ള ദൈവത്തിന്റെ സ്നേഹം കവിഞ്ഞ് ഒഴുകട്ടെ. നിങ്ങളിലുള്ള കർത്താവിന്റെ സ്നേഹം ദിനം പ്രതി വർദ്ധിക്കട്ടെ. ഞാൻ ആരാധിക്കുന്നത് ഒരു മതത്തിന്റെ ഭാഗമായതുകൊണ്ടല്ല, എന്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഞാൻ കൈ കൊട്ടുന്നത് കൈ അടിച്ചില്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമെന്ന് കരുതിയല്ല, കർത്താവിനോടുള്ള എന്റെ സ്നേഹമാണ്. ഞാൻ ഓടുന്നത്, ഞാൻ അധ്വാനിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് എന്റെ ദൈവത്തോടുള്ള എന്റെ സ്നേഹമാണ്. ഇതിനകത്ത് സൗഖ്യം ആഗ്രഹിക്കുന്നവർ കാണാം, വിടുതൽ കൊതിക്കുന്നവർ കാണാം, ദൈവ പ്രവർത്തികളെ പ്രതീക്ഷയോടെ നോക്കുന്നവർ കാണാം. ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്നത് കർത്താവിന്റെ സ്നേഹമാണ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ സകല ആൻസൈറ്റിയും നിന്റെ സകല ഭയവും പുറത്താകുന്നത് ഈ സ്നേഹത്തിന്റെ മുൻപിൽ അത്രേ. ദൈവസഭയോട്, തെസ്സലോനിക്ക സഭയോട് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ. 2 കാര്യങ്ങൾ, 2 പദങ്ങൾ ഞാൻ ആ വാക്യത്തിൽ കാണുന്നു. 1, സ്നേഹം വർദ്ധിക്കണം. 2, സ്നേഹം വർദ്ധിച്ച് കവിഞ്ഞ് ഒഴുകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുന്നത് ഒരു ലോയിലല്ല, നമ്മൾ നിൽക്കുന്നത് ലവിലാണ്. നിങ്ങൾ ലോയിൽ നിൽക്കുന്നവരാണോ? നിങ്ങളുടെ സ്ഥലം ഇവിടെ അല്ല, നിങ്ങളുടെ സ്ഥലം ജെറുസലേമിലാണ്. അവിടെ നിങ്ങളെ കാത്ത് കുറെ പരീശന്മാരും കുറെ യഹൂദന്മാരും തോറയുമായി നിപ്പുണ്ട്. നിങ്ങൾ അവിടോട്ട് ചെല്ലണം, എന്നിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്യണം. അടുപ്പിക്കുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും അവിടെ പോയി നിന്നോണം. കാരണം അത് ലോയാണ്. പക്ഷെ പുതിയ നിയമസഭ ലവ് ആണ്. ഇതിനകത്ത് വ്യാപരിക്കേണ്ടത് കർത്താവിന്റെ സ്നേഹമാണ്. ഇന്ന് പകൽ ഞാൻ ഈ ആരാധനയിൽ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഇന്ന് ഞാൻ ഇവിടെ ആയുസ്സോടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഈ നല്ല കർത്താവിനെ എനിക്ക് അറിയുവാൻ കഴിഞ്ഞത് അവന്റെ സ്നേഹമാണ്. എനിക്ക് എന്റെ കൈ കൊട്ടാൻ കഴിയുന്നത്, സ്ട്രോക്ക് വന്ന് തളർന്നു പോകാതിരുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഇന്ന് പകൽ എനിക്ക് എന്റെ വാ തുറക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഓ ഹല്ലേലൂയ. എന്റെ വീട്ടിൽ കരിങ്കൊടി ഉയരാൻ ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ കഴിച്ച ആഹാരം ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ കുടിച്ച വെള്ളം ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ വന്ന വാഹനം ദൈവത്തിന്റെ സ്നേഹമാണ്. എന്റെ നല്ല കുടുംബ ജീവിതം എന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ അനുഭവിക്കുന്ന ഒരു യോഗ്യതയില്ലാത്ത ഞാൻ അനുഭവിക്കുന്ന സകല മാന്യതകളും എന്റെ ദൈവത്തിന്റെ സ്നേഹമാണ്. എന്റെ ദൈവത്തിന്റെ സ്നേഹമാണ്. ക്രൂശിലെ സ്നേഹമാണ്, ക്രൂശിലെ സ്നേഹമാണ്. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ആരാധനകളും, ലോകത്തിൽ നടക്കുന്ന എല്ലാ സഭായോഗങ്ങളും ക്രൂശിലെ സ്നേഹമാണ്. ക്രൂശിലെ സ്നേഹമാണ്, ക്രൂശിലെ സ്നേഹമാണ്. ഓ താങ്ക് യു ലോർഡ് ജീസസ്.
ഈ ചർച്ചിനകത്തിരിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. ഇതിന് പുറത്തിരിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. ഓ, ഇവിടെ കുറച്ച് കൂടുതൽ സ്നേഹം, അവിടെ കുറച്ച് സ്നേഹം, അവിടെ ഒട്ടുമില്ലാത്ത സ്നേഹം അല്ല. എന്നെയും നിന്നെയും വീണ്ടെടുത്തത് ഒരേ രക്തമാണ്. എന്നെയും നിന്നെ വിശുദ്ധീകരിച്ചത് ഒറ്റ രക്തമാണ്. എന്റെയും നിന്റെ അപ്പ ഒരുവനാണ്. ഇന്ന് പകൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്ന് എല്ലാ ഭയങ്ങളും മാറട്ടെ. തമ്പുരാനെ സ്നേഹിക്കുന്നവർ അതൊന്ന് വെളിപ്പെടുത്തി. പണം കവിഞ്ഞൊഴുകാൻ പ്രാർത്ഥിക്കുന്നവർ, അഭിഷേകം കവിഞ്ഞൊഴുകാൻ പ്രാർത്ഥിക്കുന്നവർ, ആമീൻ, ദൈവിക കൃപാവരങ്ങൾ കവിഞ്ഞൊഴുകാൻ പ്രാർത്ഥിക്കുന്നവർ, ഇന്ന് പകൽ എത്ര പേർ വാ തുറന്ന് പറയും, എന്നിലുള്ള സ്നേഹം ഒന്ന് കവിഞ്ഞൊഴുകട്ടെ, എന്നിലുള്ള ദൈവത്തിന്റെ സ്നേഹം ഒന്ന് കവിഞ്ഞൊഴുകട്ടെ. പൗലോസ് പറയുന്നു, എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ച് കവിയുമാറാകണം. നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ. ജീസസ്. എഫേസ്യർ 3:17-18-19 വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി, deeply rooted and securely grounded in love. Deeply rooted and securely grounded in love. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. Love is the foundation. Who is the foundation of Christianity? The foundation of the Christianity, the cornerstone of Christianity is Lord Jesus Christ. Amen. Who is he? He is the love. Amen. Yes. Amen. He is the love. സ്നേഹത്തിൽ വേരൂന്നി. ഒരു വൃക്ഷത്തിന്റെ നിലനിൽപ്പ് വേരാ. പെരുമഴ പെയ്താലും കൊടുങ്കാറ്റടിച്ചാലും എന്തെല്ലാം വിഷയങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും ആ വൃക്ഷത്തെ നിർത്തുന്നത് അതിന്റെ വേരാ. വൃക്ഷത്തെ മറിക്കുന്നത് അതിന്റെ വേരിന്റെ ശക്തിയില്ലായ്മയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം സഭയെ നോക്കി പറഞ്ഞത്, നിങ്ങൾ ആലയത്തിന്റെ നടുവിൽ നിൽക്കുന്ന ദേവദാരു അത്രേ. എന്താ ദേവദാരുവിന്റെ പ്രത്യേകത? ദേവദാരു മുരിങ്ങയല്ല, വാഴയല്ല, തെങ്ങല്ല. ദേവദാരുവിന്റെ പ്രത്യേകത, എത്ര കൊടുങ്കാറ്റടിച്ചാലും, എത്ര പേമാരി പെയ്താലും, എത്ര മഞ്ഞ് പെയ്തൊഴുകി ഇറങ്ങിയാലും ദേവദാരു ചലിക്കത്തില്ല, ദേവദാരു ഇളകത്തില്ല, ദേവദാരു മറിയത്തില്ല. ഇന്ന് പകൽ നീ മറിയുന്ന വിശ്വാസിയല്ല, തകരുന്ന വിശ്വാസിയല്ല, പരാജയപ്പെടുന്ന വിശ്വാസിയല്ല, സാഹചര്യങ്ങളുടെ മുമ്പിൽ വീഴുന്ന വിശ്വാസിയല്ല, ഉറച്ചു നിൽക്കുന്ന, at any situation, at any circumstances, at any situation, at any circumstances. പല വിശ്വാസികൾക്കും തടിയുണ്ട്, പല വിശ്വാസികൾക്കും കായുണ്ട്, പല വിശ്വാസികൾക്കും ഫ്ലവർ ഉണ്ട്, പൂവുണ്ട്, പല വിശ്വാസികൾക്കും ഇലയുണ്ട്. പക്ഷെ ഇലയും തടിയും പൂവും കായും വെച്ചല്ല നിന്റെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കുന്നത്. ആഴത്തിൽ വേരും. എന്നെ നോക്കി അവൻ ചിരിച്ചില്ലയോ ചിരിച്ചോ, ഐ ഡോണ്ട് കെയർ. എനിക്ക് പൈസയുണ്ടോ പൈസ ഇല്ലയോ, ഐ ഡോണ്ട് കെയർ. ആമീൻ. എനിക്ക് കൈ തന്നോ കൈ തിന്നില്ലയോ, ഐ ഡോണ്ട് കെയർ. പാസ്റ്ററിന്റെ വീട് വിസിറ്റ് ചെയ്തോ വിസിറ്റ് ചെയ്തില്ലയോ, ഐ ഡോണ്ട് കെയർ. എന്നെ സെക്രട്ടറി ആക്കിയോ ഇല്ലയോ, ഐ ഡോണ്ട് കെയർ. എന്നെ ഉയർത്തി പിടിച്ചോ ഇല്ലയോ, ഐ ഡോണ്ട് കെയർ. ഐ ലവ് മൈ ഗോഡ്. ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കും. ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കും. Deeply rooted and securely grounded in love. എന്നിട്ട് പൗലോസ് പറയുന്നു, അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ അറിയാനും പ്രാപ്തരാകണം. അടുത്തിരിക്കുന്നവരോട് പറ, ആദ്യം ദൈവ സ്നേഹം തിരിച്ചറിയാൻ പറ. നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം എന്താണ്? നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം എന്താണ്? ക്രൂശിതനായി കിടക്കുന്ന ക്രൂശിത രൂപത്തിനപ്പുറമായി
നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം എന്താണ്? കേവലം കുറെ മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള വിഷയങ്ങളാണോ നിങ്ങൾ തിരിച്ചറിഞ്ഞ ദൈവസ്നേഹം? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആ സ്നേഹത്തിന്റെ ആഴം, ഉയരം, വീതി, ഐ കാൻറ്റ് മെഷർ ഇറ്റ്. എനിക്കത് അളക്കാൻ പറ്റുന്നില്ല. എവറസ്റ്റ് കൊടുമുടിക്ക് എത്ര മീറ്റർ ഉണ്ട്, എത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. എമിറേറ്റ്സ് ഫ്ലൈറ്റ് എത്ര അടി ഉയരത്തിലാ പറക്കുന്നതെന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കും. പക്ഷെ പൗലോസ് പറയുന്നു, ഐ കാൻറ്റ് മെഷർ ഇറ്റ്, ദി ലവ് ഓഫ് ഗോഡ്. ലിസൺ, ദിസ് ഈസ് ഇമ്പോർട്ടന്റ് മെസ്സേജ്. പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ റൂട്ടഡ് ആയിരിക്കണം. നിങ്ങൾ പണത്തിൽ റൂട്ടഡ് ആണെങ്കിൽ പണം കുറയുമ്പോൾ മുഖം വാടും. നിങ്ങൾ പദവികളിലും മനുഷ്യൻ തരുന്ന അംഗീകാരങ്ങളിലും അക്സെപ്റ്റൻസിലും റൂട്ടഡ് ആണെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ നിന്റെ മുഖം വാടും. പക്ഷെ നിന്റെ റൂട്ട്, നിന്റെ വേര് നീ ഇറക്കി നിർത്തിയിരിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തിലാണെങ്കിൽ, ഓ ഹല്ലേലൂയ, ഞാൻ സിംഹാസനത്തിൽ ഇരുന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഓ, ഞാൻ ശുശ്രൂഷയിൽ ജെറുസലേമിൽ നിന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അരമനയിൽ നിന്ന് പ്രവചിക്കുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ സിംഹത്തിന്റെ കുഴിയിൽ കിടക്കുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. ആമീൻ. ഒരു കൂട്ടം ആൾക്കാർ എന്നെ പ്രവചനത്തെ പുകഴ്ത്തുമ്പോഴും ആമീൻ അവൻ എന്നെ സ്നേഹിക്കുന്നു. ഞാനൊരു കള്ളനാണെന്ന് വിളിച്ചു പറയുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. തീച്ചൂളയുടെ ബലം എനിക്കെതിരെ കൂട്ടുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. ചെങ്കടലിന്റെ മുമ്പിൽ ഫറവോയും സൈന്യവും എന്നെ പിന്തുടരുമ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു. ലോകം മുഴുവൻ എന്നെ ഒറ്റപ്പെടുത്തി ഒരു കോണിൽ കൊണ്ട് ഒതുക്കി നിർത്തിയാലും എന്നെ കാണാൻ എന്റെ യേശു അവിടെ വരുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നു. Hey, my beloved brothers and sisters, my children of the Lord, my Almighty God loves you very much. തെസ്സലോനിക്ക സഭയോട് പൗലോസ് പഠിപ്പിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, നിങ്ങളുള്ള സ്നേഹം വർദ്ധിക്കണം, തമ്മിലുള്ള സ്നേഹം കവിഞ്ഞൊഴുകണം. എന്താണ് ഈ തെസ്സലോനി സഭയുടെ പ്രത്യേകത? പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച ചർച്ചുകളിൽ ഏറ്റവും ശക്തമായി വളർന്ന, ഏറ്റവും ആൾക്കൂട്ടത്തിൽ വളർന്ന സഭ എഫെസോസിലെ സഭയാണ്. ഭയങ്കര ക്രൗഡായിരുന്നു അത്. അവിടുത്തെ ചർച്ചിൽ നല്ല ജനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. കാരണം ജനനിബിഡമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ്, അർത്തമീസ് എന്ന ദേവിയുടെ ക്ഷേത്രമുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഒത്തിരി 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 ആൾക്കാർ വന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു എഫെസോസ്. ജനനിബിഡമായ ആ പട്ടണത്തിൽ അക്വിലാവിന്റെയും പ്രിസ്കില്ലയുടെ ഒപ്പം ദേശത്തിൽ 3 കൊല്ലം പാർത്ത് പൗലോസ് അവിടെ ദൈവത്തിന്റെ സഭയ്ക്ക് അടിസ്ഥാനമിട്ട് പണിതുയർത്തുമ്പോൾ അവിടുത്തെ ചർച്ച്, അവിടുത്തെ സഭ ആൾക്കൂട്ടത്തിൽ അതിശക്തമായി വളർന്നതിനോടൊപ്പം തന്നെ അവർ ശക്തമേറിയ വെളിപ്പാടുകളുള്ളവരായിരുന്നു. വേദപുസ്തകത്തിൽ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ആഴമേറിയ വെളിപ്പാടുകൾ പ്രാപിച്ച ഒരു കൂട്ടത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് എഫെസോസിലെ സഭയായിരുന്നു. എന്നാൽ പൗലോസ് സ്ഥാപിച്ച സഭകളിൽ മറ്റൊരു സഭയാണ് കൊരിന്തിലെ സഭ. കൊരിന്തിയ സഭയ്ക്ക് വെളിപ്പാടുകളുടെ ആധിക്യമല്ലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്, കൃപാദാനങ്ങളായിരുന്നു. 9 കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്തപ്പെട്ട ചർച്ചാണ് കൊരിന്തിലെ സഭ. പക്ഷെ കൊരിന്ത്യ സഭയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കൊരിന്ത്യ സഭയിൽ പലപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. അഭിഷേകം വർദ്ധിച്ച സഭ, കൃപാവരങ്ങൾ 9 ഓപ്പറേറ്റ് ചെയ്യുന്ന സഭ, പക്ഷെ എപ്പോഴും ആ ചർച്ചിനകത്ത് പ്രശ്നങ്ങളായിരുന്നു. തെസ്സലോനിക്ക സഭയുടെ പ്രത്യേകത, അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനി 4:9-10 വാക്യങ്ങളിൽ പറയുന്നു. അത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. അന്യോന്യം സ്നേഹിക്കാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നല്ലോ.
അന്യോന്യം സ്നേഹിക്കണമെന്ന ബൈബിൾ ക്ലാസ് മാത്രം കേട്ടവരല്ല നിങ്ങൾ, എഴുതിയെടുത്തവർ മാത്രമല്ല നിങ്ങൾ. നിങ്ങൾ കേട്ടതും എഴുതിയെടുത്തതും നിങ്ങൾ ആചരിച്ചവരാണ്. എന്നാൽ മക്കതോനിയയിലുള്ള സഭയുടെ പ്രത്യേകത, അവർ സ്നേഹത്തിന്റെ ബൈബിൾ ക്ലാസ് കേട്ടവർ മാത്രമല്ല, എഴുതിയെടുത്ത് ഡയറി ബുക്കും തീർത്തവർ മാത്രമല്ല, അങ്ങനെ തന്നെ അവർ ആചരിച്ചും പോന്നു. എന്നിട്ട് അവരെ കുറിച്ച് മറ്റൊരു കാര്യം അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എന്താണ് അതിന്റെ കാരണം? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്തു. എൻറ്റയർ ദ ചർച്ചിനെ അഡ്രസ് ചെയ്യുകയാണ്. എൻറ്റയർ ദ ചർച്ചിനെ പൗലോസ് അഡ്രസ് ചെയ്യുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ. ആ ചർച്ചിനെ അഭിസംബോധന ചെയ്ത വാക്കെന്ന? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഭയെ, സഹോദരങ്ങളെ. നിങ്ങൾ കണ്ടു അവരുടെ പ്രത്യേകത. അവർ ചുറ്റുമുള്ള സഭകളെയും സ്നേഹിക്കുന്നവരായിരുന്നു. അവർ മക്കതോനിയയിലുള്ളവരെ സ്നേഹിക്കുന്നവരായിരുന്നു. അവർ സ്നേഹത്തിന്റെ ബൈബിൾ ക്ലാസ് എഴുതിയെടുത്തവർ മാത്രമല്ല, അത് ആചരിച്ചും വന്നവരായിരുന്നു. വാട്ട് ഈസ് ദ റീസൺ? ആ റീസൺ ആണ് പൗലോസ് പറഞ്ഞത്, ദൈവത്താൽ നിങ്ങൾ സ്നേഹിക്കപ്പെട്ടവരാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. മിണ്ടുന്നില്ല. ഞാൻ കുറവുള്ളവനായിരുന്നു, ഞാൻ പാപിയായിരുന്നു, ഞാൻ കുഴപ്പക്കാരനായിരുന്നു, ഞാൻ നല്ല പുള്ളിയൊന്നും അല്ലായിരുന്നു. ആ എന്നെ ദൈവം സ്നേഹിച്ചതാണെന്ന് ഉറപ്പുള്ളവന് മാത്രമേ നിന്റെ അടുത്തിരിക്കുന്നവനെ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്താൽ കരുതപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ കരുതാൻ പറ്റത്തുള്ളൂ. എന്റെ പോക്കറ്റിലിരിക്കുന്ന പണം, എന്റെ പേഴ്സിലിരിക്കുന്ന കാശ് എന്റെ ദൈവം എനിക്ക് തന്നതാണെന്നുള്ള ബോധ്യമുള്ളവൻ മാത്രമേ അതെടുത്ത് കൊടുക്കാൻ തയ്യാറാകത്തുള്ളൂ. കാരണം അവൻ അറിയാം, നാളെയും എന്റെ ദൈവമായി എന്നെ കരുതുന്നേ. എന്റെ കാശ്, എന്റെ കാശ്, എന്റെ കാശ്, എന്റെ കാശ്, എന്റെ പണം, എന്റെ കാശ്, എന്റെ പണം, എന്റെ ബാങ്ക് ബാലൻസ്, എന്റെ വസ്തു, 10 നയാ പൈസ ഞാൻ ആർക്ക് കൊടുക്കത്തില്ല, എന്റെ കാശ് എന്ന് പറഞ്ഞിരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് 1 രൂപ വെളിയിൽ ഇറങ്ങത്തില്ല. 1 രൂപ വെളിയിൽ ഇറങ്ങത്തില്ല. 1 രൂപ വെളിയിൽ ഇറങ്ങത്തില്ല. പക്ഷേ എന്റെ പേഴ്സിലിരിക്കുന്ന പണം, എന്റെ ബാങ്കിലുള്ള പണം, ഞാൻ അനുഭവിക്കുന്ന നന്മ എന്റെ ദൈവം എനിക്ക് ദാനമായി തന്നതാണെന്ന് ഉറപ്പുള്ളവന് മാത്രമേ, ദൈവത്താൽ കരുതപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ കരുതാൻ കഴിയൂ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ. ദൈവത്തെ ബഹുമാനിക്കുന്നവൻ മാത്രമേ തന്റെ ദാസന്മാരെ ബഹുമാനിക്കൂ. I honor this man of God. I honor this pastor. ഞാൻ ഈ ദൈവദാസനെ ബഹുമാനിക്കുന്നു. ഞാൻ റോയ് പാസ്റ്ററെ ബഹുമാനിക്കുന്നത് അദ്ദേഹം കുവൈറ്റ് ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്തത് കൊണ്ടല്ല, അദ്ദേഹം കോട്ടയംകാരനായതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം കൊണ്ടുമല്ല. ദൈവം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ നിനക്ക് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ നിനക്കൊരു ബോധ്യം ഉണ്ടാകണം, ആമീൻ, ആ ദൈവം എന്നെയും സ്നേഹിച്ചതാണെന്ന്. ഞാൻ മാത്രം ഡീസന്റും ബാക്കിയുള്ളവരെല്ലാം കുഴപ്പക്കാരും. കൈവക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ജീസസ്. ദൈവത്താൽ കരുതപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ കരുതാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഒന്നൊരു ആവശ്യം പറഞ്ഞാൽ, ഒരു വേദന പറഞ്ഞാൽ, ഒരു പ്രയാസം പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ബുദ്ധിമുട്ടിൽ പോകുന്നത് കണ്ട് അരികിൽ നിന്നാൽ, കാശ് പൈസ എണ്ണാതെ, എണ്ണിപ്പോലും നോക്കാതെ പോക്കറ്റിൽ നിന്ന് എടുത്ത് റോൾ ചെയ്ത് കയ്യിലോട്ട് കൊടുക്കുന്നത്, ഈ പോക്കറ്റിലിരിക്കുന്ന ഈ പൈസ, എൻ്റെ പേഴ്സിലിരിക്കുന്ന കാശ് എൻ്റെ അപ്പ എനിക്ക് തന്നതാ, ആമീൻ, ആ അപ്പയ്ക്ക് ഇനിയും തരാൻ പറ്റുമെന്ന് എൻ്റെ ബോധ്യമാണ്. ദൈവത്താൽ കരുതപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ കരുതാൻ പറ്റൂ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നല്ലോ. എന്നെ കേട്ടെ.
ഇനി അടുത്ത വാക്യം, 6-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോണം. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു, ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. എൻ്റെ പൊന്നു സിസ്റ്ററെ, എൻ്റെ പൊന്നു ബ്രദറെ, എൻ്റെ പൊന്നു മക്കളെ, അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങള് നിങ്ങളെ കണ്ടുപഠിക്കണമെന്ന്. സഭയുടെ അപ്പോസ്തലൻ പറയുക, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളുടെ ആ ഒരു തീഷ്ണതയും നിങ്ങളുടെ വിശ്വാസവും കണ്ടിട്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ ഇതൂടെ പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ വരെ, 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. നമുക്ക് വേണ്ടത് ഒരു മോഡേൺ ചർച്ചല്ല, നമുക്ക് വേണ്ടത് ഒരു മോഡൽ ചർച്ചാണ്. അതിന്റെ കാരണം അതിന്റെ 6-ാമത്തെ വാക്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ബഹു കഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നല്ല, രണ്ടല്ല, ലോട്ട് ഓഫ് തിങ്സ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒത്തിരി 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 കഷ്ടങ്ങളിലൂടെ പോകേണ്ടി വന്നിട്ടും അവർ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചു. വിശുദ്ധന്മാരുടെ ധർമ്മശേഖരത്തെ കുറിച്ച് പറയുമ്പോൾ തെസ്സലോനിക്ക സഭയെ കുറിച്ച് പൗലോസ് പറയുന്നു, നിങ്ങൾ പ്രാപ്തിക്ക് മീതെ കൊടുത്തു. അവിടെയൊക്കെ അവർ മാതൃകയായേ. ഒത്തിരി പ്രതിസന്ധികൾ നടുവിൽ ചെറിയൊരു കാര്യം പോരെ നമ്മുടെ മുഖം വാടാൻ? ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികളെ നേരിടുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് പകൽ ഇവിടെ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ഞാനൊരു സത്യമായ കാര്യം പറയാം, നിങ്ങളുടെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സും നിങ്ങളുടെ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുമായി ഒരു കണക്ഷനും ഇല്ല. പക്ഷെ നിങ്ങളുടെ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് പലപ്പോഴും കാരണമായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ യഹോവ എൻ്റെ ഇടയനായതുകൊണ്ടാണ് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നത്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് ചിലരോട് അറിയിക്കുന്നു, സിറ്റുവേഷൻസിനെ കണ്ട്, സാഹചര്യങ്ങളെ കണ്ട്, വെല്ലുവിളിക്കുന്ന ഗോലിയാത്തുമാരെ കണ്ട്, ആഖാന്മാരെ കണ്ട്, ദാഗോന്യ ശക്തികളെ കണ്ട്, ഫെലിസ്തീനെ കണ്ട് നീ ഡെസ്പാകരുത്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിനക്ക് സന്തോഷം തരുന്ന ഒരാൾ നിന്റെ അകത്തിരിപ്പുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്, അത് പരിശുദ്ധാത്മാവാണ്, അത് പരിശുദ്ധാത്മാവാണ്, അത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് പകൽ വെല്ലുവിളികളുടെ നടുവിൽ, സാമ്പത്തിക പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ സന്തോഷിക്കാൻ കഴിയട്ടെ, ആരാധിക്കാൻ കഴിയട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയട്ടെ. മെലീത്ത ദ്വീപിൽ പൗലോസ് അണലിയെ കുടഞ്ഞെറിഞ്ഞതുപോലെ ഇന്ന് പകൽ ചിലത് കുടഞ്ഞെറിയാൻ കഴിയട്ടെ. പരിശുദ്ധാത്മാവുള്ള സ്തെഫാനോസ്, പരിശുദ്ധാത്മാവുള്ള സ്തെഫാനോസ് സിംഹവാതിലിൽ വെച്ച് കല്ലേറ് കൊള്ളുമ്പോൾ, അവർ ആക്രോശിച്ച് അവനെതിരെ വരുമ്പോൾ ബൈബിൾ പറയുന്നു, അവൻ സ്വർഗത്തിലേക്ക് നോക്കി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടോ അങ്ങനെ ഒത്തിരി പേര് ഇന്ന് ചർച്ചയിൽ ഇരിപ്പുണ്ട്, ഇതിന്റെ പുറത്തിരിപ്പുണ്ട്. എനിക്ക് പുറത്തിരിക്കുന്നവരെ എല്ലാരെയും കാണാൻ മേല. പക്ഷെ എന്നോട് ദൈവാത്മാ പറയുന്നു, ഇതിന് വെളിയിലിരിപ്പുണ്ട്, ഇതിനകത്തിരിപ്പുണ്ട്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും വിട്ടുവീഴ്ചകളില്ലാതെ ആരാധിച്ചവർ, വിട്ടുകൊടുക്കാതെ ഉപവസിച്ചവർ, വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ട് കടം വാങ്ങി ബസ് കയറി വന്നവർ, അവരെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ തലമുറകളെ മാനിക്കുന്ന, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന, നിന്റെ സ്ഥിതികളെ മാറ്റുന്ന ഒരു നല്ല കർത്താവ് നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി.
Thank you, Lord Jesus. Amen. Listen. ചിലർ പറയാറുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എൻ്റെ കടഭാരം ദൈവം മാറ്റാങ്കിൽ ഞാൻ വിശ്വസിക്കാം, ഞാൻ ആരാധനയ്ക്ക് വരാം. നീ വരണ്ട. പക്ഷെ ഒരു ഗ്യാരണ്ടി ഞാൻ നിനക്ക് തരാം, നീ വിശ്വസിക്കാമെങ്കിൽ. എന്റെ രോഗം സൗഖ്യമാകുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം, സൗഖ്യമാകത്തില്ല. നീ വിശ്വസിക്കാമെങ്കിൽ സൗഖ്യമാവും. എൻ്റെ മദർ, എൻ്റെ അമ്മ, ഞാൻ ബഹ്റൈനിൽ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് എന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എൻ്റെ അമ്മയും എൻ്റെ ബ്രദറിലോ എൻ്റെ അളിയനും എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട്, ഞാൻ ജീന, എൻ്റെ ജെറമി മോൻ മാത്രമേ ജനിച്ചിട്ടുള്ളൂ, അവൻ കൈക്കുഞ്ഞ. ബഹ്റൈനിൽ ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് എയർപോർട്ടിനകത്ത് കയറി ഫ്ലൈറ്റിനകത്ത് എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടി. ഞാനും ജീനായ കുഞ്ഞ് കൈക്കുഞ്ഞായതുകൊണ്ട് ഏറ്റവും മുന്നിലത്തെ സീറ്റാണ് അവർ തരുന്നത്, ഏറ്റവും ഫ്രണ്ടിലെ സീറ്റാണ് അവർ തരുന്നത്. കാരണം അവിടെ അവർ തൊട്ടിൽ പോലെ ഒരു സാധനം സെറ്റ് ചെയ്യും, അതിനകത്ത് കുഞ്ഞിനെ കിടത്താൻ പറ്റും. കുഞ്ഞിനെ ജീന അതിനകത്ത് കിടത്തി, എന്നിട്ട് ചൂടുവെള്ളം എടുത്ത് പാൽപ്പൊടി ഇട്ട് അതിങ്ങനെ കുപ്പി ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ കിടന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ റൺവേയിലൂടെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും ഫ്രണ്ടിൽ എൻ്റെ തൊട്ട് മുമ്പിൽ ഹെയർ ഹോസ്റ്റസ് ഇരിപ്പുണ്ട്, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് അവരുടെ ചെയറിൽ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്തു. ഞാൻ എടുത്ത് ചെവിയിൽ വെച്ചപ്പോഴേ പുള്ളിക്കാരി പറഞ്ഞു, സ്വിച്ച് ഓഫ് യുവർ ഫോൺ. പെട്ടെന്ന് ഞാൻ ചെവി വയ്ക്കുമ്പോൾ ഭയങ്കര നിലവിളി കേൾക്കുക, അലർച്ച കേൾക്കുക, ബഹളം കേൾക്കുക. പെട്ടെന്ന് എൻ്റെ ബ്രദറിലോട്, എൻ്റെ അളിയന്റെ ശബ്ദം കേൾക്കുക. പുള്ളി എന്നോട് പറഞ്ഞ, ചാച്ചേ മമ്മി പോയി. ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയടാ, എന്നാ പ്രശ്നം? വണ്ടി ആക്സിഡന്റ് ആയി, ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചു. ചാച്ചയെ വിട്ടിട്ട് തിരിച്ചു പോകുമ്പോ ആലപ്പുഴ വെച്ച് മമ്മിയെ വെട്ടിപ്പൊളിച്ചെടുത്തോണ്ടിരിക്കുക, വണ്ടി വെട്ടിപ്പൊളിച്ചെടുത്തോണ്ടിരിക്കുക. മമ്മിയെ വണ്ടിക്കകത്ത് നിന്ന് എടുത്ത ഓട്ടോറിക്ഷ ഡ്രൈവറിന് 16 സ്റ്റിച്ച്. 8 പേർ ചേർന്ന് വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തു ആളിനെ. മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ടിരിക്കുക, ആളിന് അനക്കമില്ല. ഡ്രൈവർ മരിച്ചെന്ന് തോന്നുന്നു. ഞാൻ കേൾക്കുന്ന വാർത്തയാ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. എയർ ഹോസ്റ്റസ് പറഞ്ഞു, സ്വിച്ച് ഓഫ് യുവർ ഫോൺ. ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തു. ജീന ചോദിച്ചു, എന്നാ ചാച്ച, എന്നാ പറ്റിയേ? എന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഫ്ലൈറ്റിന്റെ സ്പീഡ് കൂടി, ടേക്ക് ഓഫ് ചെയ്തു, റേഞ്ചും പോയി, എല്ലാം പോയി. Think about that situation. ഞാൻ ജീനയോട് പറഞ്ഞു, മമ്മി പോയി എന്ന് പറയുന്നു, ഡ്രൈവർ മരിച്ചെന്ന് പറയുന്നു. ജസ്റ്റിന കരഞ്ഞോണ്ട് വിളിച്ചേ. അവർ ആക്സിഡന്റ് ആയി. ജീന പൊട്ടിക്കരയാൻ തുടങ്ങി ഫ്ലൈറ്റിൽ ഇരുന്നുണ്ട്. ഞങ്ങൾ ആരെ വിളിക്കും, എവിടാ ഫോണ്, എന്തുവാ റേഞ്ച്, ആരുമായിട്ടാ കമ്മ്യൂണിക്കേഷൻ? ഫ്ലൈറ്റിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവേ, എനിക്കിവിടെ റേഞ്ച് ഇല്ല, എനിക്ക് ആരെയും വിളിക്കാനില്ല, നീ എന്നോട് സംസാരിക്കുന്നവനാ, നീ എന്നോട് പറ, എന്തോ സംഭവിച്ചേ? പരിശുദ്ധാത്മാവിനോട് പറയാന്നേ, വാഹനത്തിനല്ലാതെ ആരുടെയും പ്രാണന് ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, ദൈവത്തിന്റെ ആത്മാവേ, ഒന്നുകൂടെ പറ, വാഹനത്തിനല്ലാതെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. നിന്റെ അമ്മ ജീവനോടുണ്ട്, ഡ്രൈവർ ജീവനോടുണ്ട്. ഞാൻ അവിടെ പഠിച്ച ഒരു കാര്യമുണ്ട്, മൊബൈലിന്റെ റേഞ്ച് കട്ടായാലും കട്ടാകാത്തൊരു റേഞ്ച് ഉണ്ട്. മൊബൈലിന്റെ റേഞ്ച് കട്ടായാലും, ഓ ജീസസ്, ഓ ഹല്ലേലൂയ, ഏത് ആകാശത്തും ഇരുന്ന് വിളിക്കാൻ നിനക്കൊരുത്തനുണ്ട്. ഏത് ആകാശത്തിരുന്നും, ഏത് പത്മോസിലിരുന്ന് വിളിക്കാനും നിനക്കൊരുത്തനുണ്ട്. ക്രെയിൻ വിളിച്ച് ഈ വണ്ടി പൊക്കിയപ്പോഴേ എല്ലാം അടന്ന് പറഞ്ഞു പോയി.
ഈ കോളിസ് വണ്ടി എടുത്ത് ലോറിക്കകത്തിട്ട് ഇവിടെ കോട്ടയം ടയോട്ടയുടെ ഷോറൂമിൽ കൊണ്ടുവന്നപ്പോ പില്ലിച്ചാനോട് വണ്ടി പണിയുന്ന പിള്ളേർ ഓടി വന്ന് ചോദിച്ചു, അച്ചായ എത്ര പേര് പോയി? പില്ലിച്ചാൻ പറഞ്ഞു, ആരും പോയില്ല. കേട്ടെ മൊത്തം കേട്ടെ, അവിടെ ഇരിപ്പുണ്ട ആള്. പില്ലിച്ചാനോട് ഇവിടുത്തെ ടയോട്ടയിലെ ഷോറൂമിലെ പിള്ളേർ ചോദിച്ച ചോദ്യം, അവരെ എന്തോ ഷീൽഡ് കൊണ്ടാണോ ഉണ്ടാക്കിയെന്ന്. ഞാൻ നേരെ ദൈവം എന്നോട് സംസാരിച്ചു. അതാ ഞാൻ പറഞ്ഞേ, പരിശുദ്ധാത്മാവുള്ളവന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിക്കാൻ പറയുമല്ല, ബഹ്റിൻ എയർപോർട്ടിൽ ഇറങ്ങി. ഡോക്ടർ മിജിയും പാസ്റ്റർ ജോസും എന്നെ റിസീവ് ചെയ്യാൻ വന്നു. അവരുടെ കയ്യിൽ പൂ ഇരിപ്പുണ്ട്, ഫ്ലവർ ഇരിപ്പുണ്ട്, ബൊക്കെ ഇരിപ്പുണ്ട്, വലിയ കൂട്ടം ആൾക്കാരുണ്ട്, ചർച്ചിന്റെ ആൾക്കാരുണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്. എല്ലാവരോടും വന്ന് ഭയങ്കര ഓണറോടെ റിസീവ് ചെയ്യുമ്പോഴും ഞാൻ ഇതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററിന്റെ ഫോൺ എനിക്കൊന്ന് തന്നേ. പാസ്റ്ററിന്റെ ഫോൺ, എന്റെ ഫോൺ അവിടെ വർക്ക് ചെയ്യത്തില്ല, പാസ്റ്റർ ഫോൺ ഒന്ന് തന്നേ. ഞാൻ ഫോൺ എടുത്ത് നാട്ടിൽ വിളിക്കുമ്പോൾ മമ്മി ഐസിയുലാണ്. കേട്ടോ, മമ്മി ഐസിയുലാണ്. ഷീസ് ഓക്കെ. ജസ്റ്റിന്റെ, എൻ്റെ അളിയന്റെ തലയിൽ 4 സ്റ്റിച്ച് ഉണ്ട്. ഈസ് ഓക്കെ. ഞാൻ ചോദിച്ചു, ഡ്രൈവർ എന്തിയെ? അവൻ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. ഞാൻ ഫ്ലൈറ്റിൽ നിന്നൊരു കാര്യം നിശ്ചയിച്ചു. ഞാൻ ബഹ്റിനിൽ ഇറങ്ങും, ഞാൻ ദൈവവചനം പ്രസംഗിക്കും. ഞാൻ തിരിച്ചു പോകത്തില്ല. എനിക്കറിയാം, നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ പേരൻസിനെ എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന്. തിരിച്ചു പോകത്തില്ല. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നാലും പരിശുദ്ധാത്മാവുള്ളവന് ഒരു ചങ്കുറപ്പുണ്ടാവും. നിന്ദിക്കുന്നവർ നിന്നെ നിന്ദിച്ചോട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ, സകല പൈശാചിക വൃന്ദങ്ങളും നിനക്കെതിരെ എഴുന്നേറ്റ് വന്നാലും ഇന്ന് പകൽ നിനക്ക് പറയാൻ കഴിയുമോ? ഞാൻ ഗോശാലയിൽ കന്നുകാലികളില്ലെങ്കിലും, അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴമില്ലെങ്കിലും, മാതളം പൂത്തില്ലെങ്കിലും, മുന്തിരിവള്ളിയിൽ നിന്ന് മുന്തിരി കൊഴിഞ്ഞാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് പൗലോസിനെ അറിയാം, സഭയെ അറിയാം, ജനത്തെ അറിയാം. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. റോയ് പാസ്റ്റർ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവരെ? വണ്ടിക്കൂലി കയ്യിലില്ലെങ്കിലും, കടം മേടിച്ച വണ്ടി വന്നതെങ്കിലും, കുടുംബക്കാരും വീട്ടുകാരും എല്ലാം എതിരാണെങ്കിലും, അരിപ്പാത്രത്തിനകത്ത് നാളത്തേക്കുള്ള അരിയില്ലെങ്കിലും വന്ന് സന്തോഷത്തോടെ ആരാധിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ അടുത്ത 2 കാര്യങ്ങളൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അവർ ദൈവസ്നേഹം കവിഞ്ഞൊഴുകിയവരായിരുന്നു, ദൈവസ്നേഹം വർദ്ധിച്ചവരായിരുന്നു. മക്കളെ, ഞാനൊരു സത്യമായ കാര്യം അനുഭവത്തിൽ എന്ന് പറയാം. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന ഉറപ്പ് എൻ്റെ അകത്തുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു സിറ്റുവേഷനും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ഇന്നതിൽ എനിക്കറിയാം, ഇന്ന് ഇതിനകത്ത് ലോൺ അടയ്ക്കാൻ മേലാതെ ജപ്തി പേപ്പർ വന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പിള്ളേരുടെ സെമസ്റ്റർ ഫീസ് കൊടുക്കാനില്ലാതെ വിഷമിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ബിസിനസ്സിനകത്ത് ഒരു ചലനവും ഇല്ലാതെ എല്ലാം സ്റ്റക്കായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും എന്നെ വിളിച്ച എൻ്റെ അപ്പ എന്നെ ചതിക്കുകയില്ല, എന്നെ കൈവിടുകയില്ല എന്ന ഉറപ്പ്. നമ്പർ 1, ലിസൺ. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. 1, ഈ സ്നേഹത്തിന് വ്യവസ്ഥകളില്ല. പറഞ്ഞ ഈ സ്നേഹത്തിന് വ്യവസ്ഥയില്ല. The love of God is unconditional. ഇവിടുത്തെ എല്ലാ സ്നേഹവും കണ്ടീഷനുണ്ട്. എല്ലാത്തിനും കണ്ടീഷനുണ്ട്. പെണ്ണ് കാണാൻ, പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. വെളിയിലിറങ്ങി അമ്മാച്ചനെ വിളിച്ചോണ്ട് പോയിട്ട് ചോദിക്കും, എന്തുവാ കണ്ടീഷൻ? പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, ചെറുക്കനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു കണ്ടീഷൻ ഉണ്ട്. ആരും മിണ്ടുന്നില്ല.
പക്ഷെ കണ്ടീഷൻസ് ഇല്ലാത്ത, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി, ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി, ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. യാതൊരു വ്യവസ്ഥകളും ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി, ഇല്ലാതെ സ്നേഹിക്കും. അമ്മ എന്നെ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ഈ ദൈവസ്നേഹം പ്രസംഗിക്കുമ്പോ, ദൈവസ്നേഹത്തെ കുറിച്ച് പാടുമ്പം കണ്ണിൽ ഈറനണിയാത്തവൻ കഠിന ഹൃദയനാണ്. ഈസ് നോട്ട് റിയലൈസ്ഡ് ദ പ്യുവർ ലവ് ഓഫ് ഗാഡ്. പാപം ചെയ്തവനാണ്. അറിയോ ആ സത്യം? അറിയോ? ദൈവസ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ പാപവിമോചനം പ്രാപിച്ചവൻ പൊട്ടിക്കരയും. അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. അല്പം ഇളച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. ഇളച്ചു കിട്ടിയവരെല്ലാം, അധികം ഇളച്ചു കിട്ടിയവരെല്ലാം ആ കൈകളെന്ന് ഉയർത്തി പറഞ്ഞേ, കർത്താവിന്റെ സ്നേഹം വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്. അൺകണ്ടീഷണൽ. ദൈവം ഒരു കണ്ടീഷൻ വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്തു കൊടുത്ത് ആ ദൈവത്തെ പ്രസാദിപ്പിച്ചേനെ? നിങ്ങൾ പറഞ്ഞു.
എന്ത് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം? ഒരു വ്യവസ്ഥകളുമില്ലാതെ ഈ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു, ആണയിട്ടു, പ്രാഗി. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞടാ പോവേ, എല്ലാം അവസാനിച്ചു, ഇനി നമ്മൾ ഇതിനകത്ത് നിന്ന് നിന്നിട്ടൊരു കഥയില്ല. നഥനയിലെ നീ എൻ്റെ കൂടെ വാ, കാനായിലെ നഥനയിൽ ഇനി വന്നേ, തോമസേ നീയും പോരെ, നമുക്ക് ആ പഴയ വലയൊക്കെ ഒന്ന് എടുത്തൊന്ന് കുടഞ്ഞി, വള്ളം അവിടെ കിടപ്പുണ്ടല്ലോ, വാ നമുക്ക് മീൻ പിടിക്കാൻ വാ. വീണ്ടും ആ പഴയ പടകും വലയും എടുത്ത് തിബിരിയാസ് കടലിൽ മീൻപിടുത്തത്തിന് പോയി പത്രോസ്. പത്രോസെ, പടകും വലയും വിട്ട് എന്നെ അനുഗമിക്ക എന്ന ശബ്ദം കേട്ട് താൻ വിട്ടുകളഞ്ഞ പടകും വലയും വീണ്ടും പൊടി തട്ടിയെടുത്തു. സത്യമായും അതൊരു വലിയ ഇൻസൾട്ടാണ്. മീൻ പിടിക്കാൻ പോയി, ഒറ്റ മത്സ്യവും അന്നും അവന് കിട്ടിയില്ല. പത്രോസിന്റെ 2 മടങ്ങി വരവുകളിൽ അവന്റെ വല ശൂന്യമായിരുന്നു. നിന്റെ ജീവിതമാകുന്ന വല ചില സമയങ്ങളിൽ ശൂന്യമാകുന്നത് എന്തിനെന്ന് ദൈവത്തോട് ചോദിച്ചാൽ ചിലപ്പോൾ നിനക്കൊരു ശബ്ദം അതിൽ കേൾക്കാൻ പറ്റും. അവന്റെ വല ശൂന്യമായിരുന്നു. അവൻ തിബിരിയാസ് കടൽക്കരയിലേക്ക് അവന്റെ വള്ളം കൊണ്ട് അടുപ്പിക്കുമ്പോൾ കടൽക്കരയിൽ ആരോ നിൽക്കുന്നത് പോലെ അവന് തോന്നി. അത് മറ്റാരുമല്ലായിരുന്നു, ഉയർത്തെഴുന്നേറ്റ യേശു. കനലിൽ ചുട്ട അപ്പവും കനലിൽ ചുട്ട മീനുമായിട്ട് ഈ പത്രോസിനെയും ശിഷ്യന്മാരെയും കാത്തു നിൽക്കുകയായിരുന്നു. ദൈവം എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, ദൈവം എന്നെ മറന്നിരിക്കുന്നു എന്ന് ചിന്തിച്ച് നീ ദൈവ വഴി വിട്ടു പോകുമ്പോഴും, നീ നിനക്ക് വേണ്ടി എന്തൊക്കെയോ കരുതാൻ ഓടുമ്പോഴും, നിനക്ക് വേണ്ടത് കരുതിക്കൊണ്ട് നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ അറിയിക്കുകയാണ്. നിനക്ക് വേണ്ടത് കരുതിക്കൊണ്ട് കാത്തിരിക്കുന്ന കർത്താവ്, നിനക്ക് വേണ്ടി കരുതിക്കൊണ്ട് നിനക്ക് വേണ്ടി കരുതിക്കൊണ്ട് നിനക്ക് വേണ്ടി കരുതിക്കൊണ്ട് കാത്തിരിക്കുന്ന കർത്താവ്, നിനക്ക് വേണ്ടി കരുതിക്കൊണ്ട് കാത്തിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഉള്ളയാണോ? തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശു വിളിച്ചത് എന്താ? മീൻപിടുത്തത്തിന് പോയ നഥനയേലിനെയും തോമസിനെയും യേശു അഭിസംബോധന ചെയ്ത വാക്കെന്ന? മിസ്റ്റർ പീറ്റർ എന്നാണോ? മൈ ചിൽഡ്രൻ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവിടെ ഒരു വ്യവസ്ഥ വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും ആ സംബോധന വാക്ക് അവിടെ ഉണ്ടാകത്തില്ല. സ്റ്റിൽ ഇന്ന് ഈ ആരാധനയിലും ഓൺലൈനിൽ എന്നെ കാണുന്ന ചില പ്രിയപ്പെട്ടവരിലും ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ തെറ്റുകളോ നിങ്ങൾ സംഭവിച്ചു പോയെങ്കിലും ഇന്ന് പകലേറ്റ് പറഞ്ഞ് അനുദപിച്ച് കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ കർത്താവ് വന്ന് നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് നിന്നോട് സംസാരിക്കുന്നത്. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അത് യേശുവാണ്. യേശു ബ്രദറെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. അമ്മ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബന്ധമാണത്. പക്ഷെ അതും കല്യാണം നടത്തുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, സുഖത്തിലും ദുഃഖത്തിലും നന്മയിലും തിന്മയിലും താഴ്ചയിലും ഉയർച്ചയിലും നിന്നെ മാത്രം സ്നേഹിക്കുകയും പോറ്റി പുലർത്തുകയും ഒരു ഉത്തമ ഭർത്താവിന്റെ എല്ലാ കടമകളും കർത്തവ്യങ്ങളും ചെയ്യുകയും ചെയ്യുമെന്ന് നീ പറയണം. മരണം ഞങ്ങളെ വേർപിരിക്കുന്നത് വരെ, മരണം ഞങ്ങളെ വേർപിരിക്കുന്നത് വരെ. എന്നാൽ മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിത് യുഗകാലം വരെ. മാനുവൽ കെ ബി ആ വരികളൊന്ന് പാടുവോ? ആ കൈകളെ ഒന്ന്, എനിക്കറിയത്തില്ല, ഭയങ്കര ദൈവ സ്നേഹം ഇതിനകത്ത് ഇങ്ങനെ കവിഞ്ഞൊഴുകുകയാണ്. ഇവിടെ അവസാനിക്കുന്നില്ല ഈ സ്നേഹം, ഇവിടെ തീരുന്നില്ല ഈ സ്നേഹം.
ഇവിടെ കഴിയുന്നില്ല ഈ സ്നേഹം, ഇവിടെ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ. ഓ ഹല്ലേലൂയ. മക്കൾ വളർന്ന ഒരു പരുവമായി കഴിയുമ്പോൾ, അവരുടെ പഠനം കഴിയുമ്പോൾ, അവർ വിവാഹത്തിലേക്ക് കഴിയുമ്പോഴൊക്കെ ആ സ്നേഹത്തിന് വേരിയേഷൻസ് ഉണ്ടാകാം. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ സ്നേഹത്തിന് വേരിയേഷൻസ് ഉണ്ടാകാം. ഈ ഭൂമിയിലെ പല സ്നേഹങ്ങൾക്കും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പക്ഷേ ഇതുവരെ വേരിയേഷൻസ് ഇല്ലാത്ത, ഗ്രാഫ് എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കുന്ന, തട്ടെപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കുന്ന ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അതെന്റെ കർത്താവിന്റെ സ്നേഹ. കൈകളെ ഒന്ന് ഉയർത്തി. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെ. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. പിരിയാ ബന്ധമാണിതു, പിരിയാ ബന്ധമാണിതു, പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവുത മകനെ മരിപ്പതിന കുരിശിൽ കൈവെടിഞ്ഞു. റോമർ 5:10 വാക്യത്തിൽ പൗലോസ് പറയുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കവന്റെ പുത്രന്റെ മരണത്താൽ നിരപ്പ് വന്നെങ്കിൽ നിരന്ന ശേഷം അവന്റെ ജീവനിൽ എത്രയധികം രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ തന്റെ പുത്രന്റെ മരണത്തിൽ നിരപ്പ് വന്നെങ്കിൽ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ നോക്കിയേ, കർത്താവിന് ആ പുള്ളിയെ ഭയങ്കര ഇഷ്ടം, ഭയങ്കര കാര്യ. നിങ്ങൾ ഏതോ പാസ്റ്ററിനെയൊക്കെ കുറ്റം പറയുന്നില്ലേ, ഏതൊക്കെയോ പാസ്റ്റർമാരെയൊക്കെ നിങ്ങൾ കുറ്റം പറയുന്നില്ലേ? ഇവിടെ അല്ല, ഇച്ചിരി ദൂരെയുള്ളവരെ. ആ പുള്ളിയെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടം, ആ പുള്ളിയെ കർത്താവിന് ഭയങ്കര ഇഷ്ടം. ദൈവം സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. ദൈവം വെറുക്കുന്നതിനെ നമുക്ക് വെറുക്കാൻ കഴിയണം. ദൈവം സ്നേഹിക്കുന്നത് നാം സ്നേഹിക്കുകയും ദൈവം വെറുക്കുകയും ചെയ്യുന്നത് നാം വെറുക്കുകയും ചെയ്യുന്നതാണ് വിശുദ്ധ ജീവിതം. ഇതിനകത്തൊരു വലിയൊരു സംഗതി മറഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ഇത് അൺകണ്ടീഷണൽ ലവ് ആണല്ലോ. അതാണ് ലൂക്കോസ് 15 നമ്മൾ കാണുന്ന ഇളയ മകൻ, മുടിയനായ പുത്രൻ. അവൻ വസ്തുക്കളെല്ലാം നശിപ്പിച്ചു, അവനെല്ലാം ചിലവഴിച്ചു കളഞ്ഞു. എന്നിട്ട് അവൻ അപ്പൻ്റെ അരികിലേക്ക് മടങ്ങി വരികയാണ്. അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ ആ പേരിന് ഞാൻ ഇനി യോഗ്യനല്ല. ഞാൻ യോഗ്യനല്ല. ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ദൈവത്തിന്റെ മകൻ, മകൾ എന്ന് വിളിക്കാൻ നിങ്ങൾ യോഗ്യരാണോ? എനിക്ക് ഉത്തരം താ. ഈ ഓൺലൈനിൽ കാണുന്നവരെ എനിക്ക് ആൻസർ താ. എന്ത് യോഗ്യത? എനിക്ക് ആ യോഗ്യത അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോടൊന്ന് പറയണം. ദൈവത്തിന്റെ മകനായിരിക്കാൻ, ദൈവത്തിന്റെ മകളായിരിക്കാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? ഒരു യോഗ്യതയില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അവന്റെ മകനും മകളും ആയത്? നമ്മുടെ അയോഗ്യതകളാണ്. ഇവിടുത്തെ മനുഷ്യര് നമ്മൾ ആരാണെന്ന് നോക്കിയാണ് നമ്മളെ തെരഞ്ഞെടുക്കുന്നത്. നമ്മൾ ആരാന്ന് നോക്കിയ. ഹല്ലേലൂയ. ചേർന്ന് രാമീൻ പറഞ്ഞേ. പക്ഷെ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുന്ന നമ്മൾ ആരാന്ന് നോക്കിയല്ല, നമ്മളെ ആരാക്കാമെന്ന് നോക്കിയ. മനസ്സിലായോ? നമ്മളെ ആരാക്കാം, നമ്മളെ എന്താക്കാം. നമ്മളൊക്കെ ഒത്തിരി കുറവുകളുണ്ടെന്നേ. അപ്പാ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, അപ്പാ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല.
ഇളയ മകൻ ഓടി വന്നു അപ്പന്റെ അരികിലേക്ക്. അപ്പൻ അവനെ കണ്ട് ഓടി വന്ന് കെട്ടി അങ്ങ് പിടിച്ചു. മേൽത്തരമായ ഒരു അങ്കി അവന്റെ മേലിട്ടു, കൈക്ക് മോതിരം ഇടിപ്പിച്ചു, കാലിന് ചെരുപ്പിടിച്ചു, തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തു. നഷ്ടപ്പെട്ടവനെ തിരിച്ചു പിടിക്കാൻ അവിടെയും അപ്പന് ഒരു കാളക്കുട്ടിയെ അറുക്കേണ്ടതായി വന്നു. കാൽവറിയിലോട്ട് നോക്കിയ നഷ്ടപ്പെട്ട എന്നെ നിങ്ങളെ തിരിച്ചു പിടിക്കാൻ അവിടെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടോ ഇല്ലയോ? ആ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വിലയാണ് ഇന്ന് ഈ ചർച്ചിൽ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തി. കണ്ടീഷൻ പറഞ്ഞു, ഇവൾ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. മോശയുടെ ന്യായപ്രമാണം പറയുന്നു ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. നിനക്കെന്താണ് പറയാനുള്ളത്? നിന്റെ കണ്ടീഷൻ എന്താണ്? യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. യേശുവിന് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ആ കണ്ടീഷൻ അവൾ യേശുവിനോട് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു. എന്താ കണ്ടീഷൻ എന്നറിയോ? ഇനി മേലിൽ നീ പാപം ചെയ്യരുത്. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. അപസ്തോത്രം എല്ലാം പോയി. ആ ഒരൊറ്റ കണ്ടീഷനുണ്ട്. 38 വർഷം ബെഥേസ്ദാ കുളക്കരയിൽ കിടന്ന രോഗിയെ സൗഖ്യമാക്കിയിട്ട് യേശു അവനെ പിന്നത്തേതിൽ ദേവാലയത്തിൽ വെച്ച് കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ലല്ലേ? യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷം കുളക്കരയിൽ കിടന്ന രോഗിയെ യേശു സൗഖ്യമാക്കി. പിന്നെ അവനെ യേശു കാണുന്നത് ചന്തയിൽ വെച്ചല്ല, ഷാപ്പിൽ വെച്ചല്ല, ബാറിൽ വെച്ചല്ല, ടൗണിൽ വെച്ചല്ല, അടിക്കൂടുന്ന ആൾക്കാരുടെ വെച്ചല്ല. പിന്നെ അവനെ യേശു കാണുന്നത് പള്ളിക്കകത്ത് വെച്ചാണ്. നല്ലത്, അങ്ങനെ തന്നെ വരട്ടെ. അവനെ കണ്ടതുകൊണ്ട് യേശു അവനോട് പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് വരാതിരിക്കാൻ നീ ഇനി പാപം ചെയ്യരുത്. ദൈവം സ്നേഹമാണ്, അൺകണ്ടീഷണൽ ആണെന്നൊക്കെ കരുതി എന്തും കാണിക്കാം എന്നതല്ല സന്ദേശം. ആരും മിണ്ടുന്നില്ല. വേദപുസ്തകത്തിൽ എന്നെ ഏറ്റവും ടച്ച് ചെയ്ത ഒരു ഭാഗം പൗലോസ് പറഞ്ഞതുണ്ട്. Avoid to righteousness, sin not. നീതി ബോധത്തിൽ ഉണരുവീൻ, പാപം ചെയ്യാതിരിക്കുവീൻ. Avoid to righteousness. ക്രിസ്തുവിലുള്ള നീതിബോധത്തിൽ ഉണർന്ന ഒരുത്തന്, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇത്രയും സ്നേഹിച്ച ഒരു അപ്പായുണ്ട്, ഇത്ര വലിയ പാപത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്നൊരു കർത്താവുണ്ട്. ഇനിയും ഞാൻ പാപം ചെയ്താൽ, ഇനിയും ഞാൻ തെറ്റായ വഴി പോയാൽ ഞാൻ ആ കർത്താവിനെയാണ് വിഷമിപ്പിക്കുന്നത് എന്ന ബോധമുള്ളവൻ, എന്നെ എൻ്റെ ദൈവം നീതീകരിച്ചതാണ്, എൻ്റെ ദൈവം എൻ്റെ കുറ്റങ്ങളെ ക്ഷമിച്ചതാണ് എന്ന ബോധമുള്ളവൻ വീണ്ടും ആ അപ്പായെ ഒന്നുകൂടെ വേദനിപ്പിക്കാൻ ശ്രമിക്കത്തില്ല. ചേർന്നൊന്ന് കൈകൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ. അല്ല, നിങ്ങളൊരു തെറ്റ് സംഭവിച്ചെങ്കിൽ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരുത്തൻ പാപം ചെയ്തു പോയെങ്കിൽ, യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരുത്തൻ പാപം ചെയ്തു പോയെങ്കിൽ യേശു ക്രിസ്തു എന്ന അഡ്വക്കേറ്റ്, യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുമോ? ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഇത് അൺകണ്ടീഷണൽ ആണ്. പക്ഷെ ഈ സ്നേഹത്തിന് വലിയൊരു പിടുത്തമുണ്ട്. ആരും മിണ്ടുന്നില്ല. എനിക്ക് എവിടെയോ ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തമുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കാണിച്ച്. എന്തൊക്കെയോ പഴയതിനകത്തോട്ടൊക്കെ ചാടണമെന്നുണ്ടെങ്കിലും എവിടെയോ ഒരു പിടുത്തം. ആ പിടുത്തമുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തി കാണിച്ച്. പിടുത്തമില്ലെങ്കിൽ നീ കുളത്തിൽ കിടക്കുക എന്നാ അതിൻ്റെ അർത്ഥം. ആ പിടുത്തമുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തി കാണിച്ച്. എന്നെ അതിനകത്തോട്ട് വിടാതെ, എനിക്ക് അതിനകത്തോട്ട് പോകാൻ പറ്റാതെ, എൻ്റെ ജഡം എന്നെ വലിക്കുമ്പോഴും എനിക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റാതെ, നോക്കാൻ പറ്റാതെ, അത് ചെയ്യാൻ പറ്റാതെ, അത് പറയാൻ പറ്റാതെ എന്നെ ആരോ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്നത് പോലെ ആ പിടിക്കുന്ന പിടി എന്നാന്നറിയോ? കർത്താവിന്റെ സ്നേഹം. ഒന്ന് കൈയടിച്ച്. കർത്താവിന്റെ സ്നേഹം ആ പിടിക്കുന്നത്. കർത്താവിന്റെ സ്നേഹം.
അത് അനുഭവിച്ചവരൊന്ന് കൈയടിച്ചേ. ഒന്ന് ആ കർത്താവിന്റെ സ്നേഹം പിടിക്കുന്നേ, കർത്താവിന്റെ സ്നേഹം പിടിക്കുന്നേ. ഹല്ലേലൂയ. അങ്ങനുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. ചിലർക്ക് നന്നായിട്ട് ദേഷ്യം വരാറുണ്ട്. നിങ്ങൾക്ക് ഇല്ലെങ്കിലും നന്നായിട്ട് ദേഷ്യം വരാറുണ്ട്. ആ ദേഷ്യം വരുമ്പോഴും എൻ്റെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത വാക്കുകൾ വരാതെ പെട്ടെന്ന് എന്നെ എന്തോ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആരും മിണ്ടുന്നില്ല. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അത് കർത്താവിന്റെ സ്നേഹമാണ്. ഈ എന്നെ സ്നേഹിച്ചവനെ ഞാൻ ദുഃഖിപ്പിക്കുകയില്ല എന്നൊരു തീരുമാനം അങ്ങ് എടുത്താൽ മതി. ഒന്ന് പറഞ്ഞ്, എന്നെ സ്നേഹിച്ചവനെ ഞാൻ ദുഃഖിപ്പിക്കുകയില്ല. എന്നെ സ്നേഹിച്ച കർത്താവിനെ എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പെരുമാറ്റം കൊണ്ടോ എൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടോ എൻ്റെ നോട്ടം കൊണ്ടോ ഞാൻ ഇനി ഒരിക്കൽ കൂടെ എൻ്റെ ദൈവപുത്രനെ ക്രൂശിക്കുകയില്ല. ചേർന്നൊരു ഹല്ലേലൂയ. ദിസ് ലവ് ഈസ് അൺകണ്ടീഷണൽ. The second thing ഇവിടെ പറഞ്ഞു നിർത്താം. God's love is personal. പറഞ്ഞ ഈ സ്നേഹം വ്യക്തിപരമാണ്. ഇത് വ്യക്തിപരമായൊരു സ്നേഹമാണ്. ഇത് ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര അറ്റാച്ചാണ്, ഭയങ്കര ഡെപ്താണ്. ഇത് പേഴ്സണലാണ്. അതുകൊണ്ടാണ് ജെറമ്യ 31:3 പറയുന്നത്, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ദയ നിന്നോട് ദീർഘമായിരിക്കുന്നു. 1 യോഹന്നാൻ 4:19 അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. We love because he first loved us. നിങ്ങളാണോ ആദ്യം കർത്താവിനെ സ്നേഹിച്ചത്? കർത്താവാണോ നിങ്ങളെ ആദ്യം സ്നേഹിച്ചത്? അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. We love because he first loved us. അവൻ ആദ്യം എന്നെ സ്നേഹിച്ചു. അതാ യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ചേർന്നൊരു ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. റോമർ 8:35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഞാനൊരു ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഏതാണെന്നറിയാം മക്കളെ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ പവറുള്ള സാധനം എന്നാണെന്നറിയോ? നോട്ട് മണി, പണമല്ല. ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള സംഭവം എന്നാണെന്നറിയോ? അത് പണമല്ല. ചിലരത് പണം ഉണ്ടല്ലോ. നോ, ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള, പൊട്ടിക്കാൻ പറ്റാത്ത, കാഠിന്യമുള്ള, ഇളക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് സ്നേഹം. ഭയങ്കര ശക്തി അതിന്. സ്നേഹത്തോളം ശക്തിയുള്ളതൊന്നും പ്രപഞ്ചത്തിലില്ല. അപ്പനും അമ്മയും പ്രസവിച്ച് വളർത്തി പഠിപ്പിച്ചു. ഒരു ചെറുക്കം വന്നങ്ങോട്ട് ആഴമായിട്ട് അവളെ അങ്ങ് സ്നേഹിച്ചു, ആഴമായിട്ട് അവളെ അങ്ങ് സ്നേഹിച്ചു കൊടുത്തു. ഒരു 1.5 വർഷം ബാഗും എടുത്തങ്ങ് ഇറങ്ങിപ്പോയില്ലേ ആ സ്നേഹത്തിന്റെ പുറകെ? വല്ല ഓർത്തോ അവള്? സ്നേഹത്തിന് ശക്തി ഉണ്ടോ? ഉണ്ടോ? അവൾ ചെയ്തത് തെറ്റാ, പക്ഷേ സ്നേഹം അവളെ കൊണ്ടെല്ലാം മറപ്പിച്ചു കളഞ്ഞില്ലേ? എല്ലാം അവള് മറന്നുപോയില്ലേ അതിന്റെ മുമ്പിൽ? സ്നേഹിച്ചവനെ കിട്ടിയില്ല എന്ന് കരുതി കെട്ടിത്തൂങ്ങി ചത്തില്ലേ? മരണത്തെക്കാൾ ശക്തിയല്ലേ അപ്പൊ ആ സാധനത്തിന്? ചെയ്തത് തെറ്റാ, ചെയ്തത് തെറ്റാ. നരകത്തിൽ പോ, നരകത്തിൽ പോ. പക്ഷെ അതിന്റെ പവർ കണ്ടോ? ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് മരിച്ചപ്പോ തിരുവനന്തപുരം മുതൽ നിങ്ങളുടെ കോട്ടയം വരെ ആ ബോഡി എത്താൻ
48 49 മണിക്കൂറിലധികം എടുത്തു. ഇതുപോലൊരു ഫ്യൂണറൽ സർവീസ് കേരളം കണ്ടിട്ടുണ്ടോ? എന്താ എല്ലാരും പുള്ളിയെ കുറിച്ച് പറയുന്നത്? സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ സ്നേഹത്തിന്റെ ശക്തി തെരുവുകളെ നിറച്ചില്ലേ? നിറച്ചോ? നിറച്ചോ? സ്നേഹത്തിന് ശക്തി ഉണ്ടോ? ഉണ്ടോ? അതാ പൗലോസ് പറഞ്ഞേ, എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും ഗ്രഹിക്കാനുള്ള കൃപയുണ്ടായിട്ടും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്ക് മലകളെ നീക്കാനുള്ള വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു. ഇതിലേറ്റവും വലിയതോ? ഒന്ന് കൈയടിച്ച് കർത്താവ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, മൂന്ന് നിലനിൽക്കുന്നു. ഇതിലേറ്റവും വലിയതോ? സ്നേഹം. പരസ്പര സ്നേഹമുള്ളവരാകട്ടെ, സഭയോട് സ്നേഹമുള്ളവരാകട്ടെ, കർത്താവിനോട് സ്നേഹമുള്ളവരാകട്ടെ, കുടുംബത്തോട് സ്നേഹമുള്ളവരാകട്ടെ, കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ളവരാകട്ടെ. ആ കഠിന ഹൃദയമൊക്കെ ഒന്ന് പൊളിഞ്ഞു വീഴട്ടെ എന്ന് പകലിൽ. ഇനി അതിന്റെ കട്ടി കേൾക്കണോ? ഇനി ഇതിന്റെ എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടോ? ഇതിന്റെ ബലം എന്നാന്നൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഇതിന്റെ ബലം എന്നാന്ന് റോമർ 8:38-39. മരണത്തിനോ എണ്ണിക്കോണം. ചിലർ പറയത്തില്ല എണ്ണാമെങ്കിൽ എണ്ണിക്കോണം. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഇതിനകത്ത് ഞാൻ ഒരു വാക്ക് പറയാം. ഞാൻ 10 കാര്യങ്ങൾ പറഞ്ഞു. 10 കാര്യങ്ങൾ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചയ്ക്കോ അധികാരത്തിനോ ഇപ്പോഴുള്ളതിനോ വരാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കോ 10 കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ. ദൂതന്മാർക്കോ ക്രിസ്തുവിലുള്ള നിന്നെ ആ സ്നേഹത്തിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകാൻ പറ്റുകയില്ലെന്ന്. ദൂതന്മാർക്കോ ഒരു ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങി വന്നൊരു നിപ്പ് നിന്നാൽ ഒറ്റ രാത്രി കൊണ്ട് 1,85,000 തീരും. പിടികിട്ടിയോ? ഒറ്റന്റെ പുറകെ ഓടുന്ന പോലല്ല. 1,85,000 പേരെ ഒറ്റ രാത്രി കൊണ്ട് തീർക്കാൻ ഒരു ദൂതന് പറ്റും. ഈ സ്വർഗത്തിലെ കോടാനുകോടി ദൂതന്മാർ. യേശു പറഞ്ഞു, ഞാൻ ഒന്ന് വിളിച്ചാൽ 12 ലഗ്യോനിലും അധികം ദൂതന്മാർ ഇവിടെ വരും. ആയിരക്കണക്കിന് ഏഞ്ചൽസ് ഇവിടെ വരും. ഇല്ലാത്തൊരു കണക്ക് യേശു പറയത്തില്ല. ഇതിലെ ഒരു ദൂതന്റെ ശക്തിയാ ഞാൻ പറഞ്ഞേ. സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരൂടെ ചേർന്ന് കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ അകറ്റാൻ വലിച്ചാലും ഇത് ഇളകി വരികയില്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അത്ര ശക്തിയാ ദൂതന്മാർക്കോ. Oh, what a mighty power this love. What a bomb. ഏഞ്ചൽസിന്, ദൂതന്മാർക്ക് ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചെന്ന്. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. എല്ലാവർക്കും വേണ്ടി മരിച്ചു. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. നിങ്ങൾ ആ വാക്യത്തിലോട്ടൊന്ന് നോക്കി. ആളുടെ പേരുണ്ടോ അവിടെ? ആളുടെ പേരുണ്ടോ? എല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചു, എല്ലാവർക്കുമായിട്ട് അവൻ ഉയർത്തു. ആളുടെ പേരവിടെ എഴുതിയിട്ടില്ല.
ആരാന്ന് അവിടെ എഴുതിയിട്ടില്ല. എഴുതണ്ട. എല്ലാവർക്കും വേണ്ടി മരിച്ചവനും മരണത്തെ ജയിച്ച് ഉയർത്തവനും ഒറ്റൊരാളേ ഉള്ളൂ. ആ ഒറ്റൊരാളേ ഉള്ളൂ. ആ പേര് ഒന്ന് കൈ അടിച്ച് ഒന്ന് ഉച്ചത്തിൽ ഒറ്റൊരാളേ ഉള്ളൂ. ഒറ്റൊരാളേ ഉള്ളൂ. The God's love is unconditional. The God love is personal. The third thing is God's love is accessible. Accessible. ആർക്കും ഈ സ്നേഹത്തിന്റെ അടുത്ത് വരാം. ആർക്കും ആക്സസ് ചെയ്യാം. എല്ലാവർക്കും വരാം. ഇതെല്ലാവർക്കും ഉള്ള സ്നേഹമാണ്. എബ്രായർ 4:14-15 യേശു ക്രിസ്തു നമുക്കുള്ളത് കൊണ്ട് ഏതു സമയത്തും കൃപാസനത്തിന് അരികിലേക്ക് ഓടി വരാം. ഓടി വരാം. എഴുന്നേക്കാം. ഒരു വാക്യം കൂടെ, യോഹന്നാൻ 15:9 പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിക്കുകയും. സ്നേഹത്തിന് ഭയങ്കര ശക്തിയാണ്. നമ്മുടെ അകത്ത് സ്നേഹം കേറിയാൽ നമ്മളെല്ലാം മറക്കും. എല്ലാം മറക്കും. കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ അകത്ത് കയറിയത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തെ മറന്നത്. കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ അകത്ത് കയറിയത് കൊണ്ടാണ് നാട്ടുകാരെന്തോ പറയും, കുടുംബക്കാരെന്തോ പറയും എന്നൊന്നും ചിന്തിക്കാതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ യേശുവിന് വേണ്ടി കൊടുത്തത്. ആ കർത്താവ് നിന്നോട് പറയുന്നു, മോനെ, നീ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ സ്നേഹിച്ചതാ. നീ അത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. നീ അത് അറിഞ്ഞില്ല. പക്ഷേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കർത്താവ് നിന്നോട് പറയുന്നു, യേശു നിന്നോട് പറയുന്നു, പരിശുദ്ധാത്മ നിന്നോട് പറയുന്നു, എല്ലാവരും നിന്നെ പാപി എന്ന് വിളിക്കുമ്പോഴും, എല്ലാവരും നിന്നെ പരാജിത എന്ന് വിളിക്കുമ്പോഴും, നിന്റെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും പലയിടങ്ങളിലും നീ ഒറ്റപ്പെടുമ്പോഴും നിന്നെ കുറ്റപ്പെടുത്താത്ത ദൈവം, തള്ളിക്കളഞ്ഞപ്പോഴും തള്ളിക്കളയാത്ത ദൈവം, സ്റ്റിൽ ജീസസ് ലവ്സ് യു. കർത്താവ് നിന്നെ ആഴമായി സ്നേഹിക്കുന്നു. വളരെ ഡീപ്പായി സ്നേഹിക്കുന്നു. നിന്റെ അകത്ത് ചില ഭയങ്ങൾ നിൽക്കുന്നു. നിന്റെ ഭാവിയെക്കുറിച്ച്, നിന്റെ ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള ഭയങ്കര ഭയം നിന്നെ അലട്ടുന്നുണ്ട്. ആ ഭയം എന്ന് യേശു പൊളിക്കാൻ പോവാ. എല്ലാവരും ഒന്ന് കൈകൾ ഉയർത്തി പിടിച്ചേ. അപ്പാ നിന്റെ സ്നേഹത്തിൽ എന്നെ ഒന്ന് നിറച്ച്, നിങ്ങളുടെ സ്നേഹം എന്നിലൊന്ന് കവിഞ്ഞൊഴുകട്ടെ പിതാവ്. ആ സ്നേഹം ഒന്ന് കവിഞ്ഞൊഴുകട്ടെ. എല്ലാ ഭയങ്ങളും ഉള്ളത്തിന്ന് പോട്ടെ. നിന്നോട് കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു മോളെ, സ്നേഹിക്കുന്നു മോനെ. ആര് നിന്നെ ചതിച്ചാലും ഞാൻ നിന്നെ ചതിക്കത്തില്ല. ആര് നിനക്കെതിരായാലും ഞാൻ നിനക്ക് അനുകൂലമായിരിക്കും. എന്റെ കരം നിനക്ക് അനുകൂലമായിരിക്കും. തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളെ അപ്പോസ്തലനായ പൗലോസ് അഭിസംബോധന ചെയ്ത വാക്ക് കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ എന്നാണ്. നിങ്ങളൊരു മതത്താൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയല്ല. നിങ്ങൾ ഈ ലോകത്തിലെ ഏതെങ്കിലും സംഘടനയാൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയല്ല. നിങ്ങൾ യേശു ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്. ആ സ്നേഹത്തിന്റെ ശക്തി ഭയങ്കരമാണ്. മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരാനുള്ളതിനോ യാതൊന്നിനും ആ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ അടർത്തി മാറ്റുവാൻ കഴിയാത്ത ഒന്നാണ്. ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ യേശുവിന്റെ സ്നേഹത്തെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സഹോദരങ്ങളോ ആരെങ്കിലും കർത്താവിന്റെ സ്നേഹത്തെ അറിയാത്തവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സ്നേഹത്തിന്റെ ആഴം, അതിന്റെ ശക്തി നിങ്ങളെ സ്പർശിക്കട്ടെ. എന്നോട് ദൈവാത്മാവ് എന്റെ മനസ്സിൽ പറയുന്നു, എന്തൊക്കെയോ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഭയപ്പെട്ട് പേടിച്ച്
നാളെ എന്തായിരിക്കും അതിന്റെ വിധി വരാൻ പോകുന്നത്, നാളെ എന്താകും ആ സംഭവം, ആ അനുഭവം എന്താകും എന്നിങ്ങനെ പേടിച്ചിരിക്കുന്ന നിങ്ങളോട് യേശു പറയുന്നു, പീസ് ബി വിത്ത് യു, പീസ് ബി വിത്ത് യു, പീസ് ബി വിത്ത് യു. നിങ്ങൾക്ക് സമാധാനം. യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ യേശു വന്നു നിന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ഒരു വലിയ സമാധാനം നിങ്ങളിലേക്ക് ഇപ്പോൾ കവിഞ്ഞൊഴുകട്ടെ. മനുഷ്യർക്കോ പണത്തിനോ ലോകത്തില് ഒന്നിനും തരാൻ കഴിയാത്ത സമാധാനം. തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളെ പോലെ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവർ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ക്രിസ്തുവിൽ പുകഴുവാൻ, പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുവാൻ കഴിയട്ടെ. കാരാഗ്രഹത്തിനകത്ത് പൗലോസും ശീലാസും പാടി സ്തുതിച്ചതുപോലെ നിങ്ങൾക്ക് സ്തുതിക്കുവാൻ കഴിയട്ടെ. എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീഴട്ടെ. എല്ലാ ജീവിതത്തിന്റെ മേൽ നിൽക്കുന്ന പ്രതിസന്ധികളും പൊളിഞ്ഞു മാറട്ടെ. ഇപ്പോൾ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ.